ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ ഇതാ കഴിയാറായിട്ടുണ്ട്. 2 മാസം എങ്ങനെയാണ് പോയതെന്നൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ. പെട്ടെന്ന് അതങ്ങ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു സ്കൂളിലേക്ക് പോകേണ്ട ആ ഒരു ടൈമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. എന്നാൽ ശരി, ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണൂർ ടു കാലിക്കറ്റ് ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് പോയി. അപ്പോൾ ഹസ്ബൻഡും ഫ്രണ്ടും വൈഫും മോനും ഞാനും മോളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് നമ്മൾ പോയി. അപ്പോൾ നമ്മുടെ മാളിലേക്ക് വന്നു, ഹൈലൈറ്റ് മാളിലേക്ക് വന്നു. അപ്പോൾ അവിടെ പർച്ചേസിങ്ങിനൊന്നല്ല, മെയിനായിട്ട് ഞങ്ങൾ ഇവിടെ ഇതൊക്കെ വന്നത് നമ്മുടെ സ്നോ ഫാൻറ്റസിയിൽ അവിടേക്ക് പോകാനായിട്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കായിക്കോട്ടെ അവർ കോട്ടുമൊക്കെ തന്നു, ഷൂസൊക്കെ തന്നു. അതൊക്കെ അഴിഞ്ഞ് വലിയ എന്തൊക്കെയോ മല മറിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉള്ളിലേക്ക് പ്രവേശിച്ചു. പക്ഷേങ്കിൽ പുറത്തുള്ള ചൂട് കുറച്ച് ശമിച്ച് ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വിറക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മണാലിയിലൊക്കെ പോയ ആ ഒരു ഫീല് കിട്ടി അവിടെ എത്തിയപ്പോൾ. എന്താ പറയുക, അടിപൊളിയായിരുന്നു. കുട്ടികൾക്കത് കളിക്കാനായിട്ട് അതിൽ ഇഷ്ടംപോലെ ഐറ്റംസും ഉണ്ട്. അപ്പോൾ എല്ലാത്തിലൊന്നും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും പറ്റില്ല, കാരണം ഭയങ്കര തണുപ്പാണ്. കുറച്ച് കുട്ടികളൊക്കെ കരഞ്ഞ് ബഹളം വെച്ച് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് പിടിച്ച് നിൽക്കാനാവില്ല. എന്നാൽ ഞങ്ങളെ കുട്ടികൾ കുറച്ചൊക്കെ പിടിച്ച് നിന്നു അവിടെ. അപ്പോൾ അതുപോലെ തന്നെ വേറെയും കുട്ടികളൊക്കെ പിടിച്ചു നിന്നു. തീരെ ചെറിയ കുട്ടികൾക്കൊന്നും ആവില്ലല്ലോ, ഭയങ്കര തണുപ്പൊന്നും അവർക്ക് ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ നന്നായിട്ട് ആ ഒരു കുറച്ച് സമയമാണെങ്കിലും കുറച്ച് സമയം നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എവിടെയൊക്കെ എന്തിനൊക്കെയോ കയറണം, ആ തണുപ്പ് ഒരു നല്ല എന്താ പറയേണ്ട, അതൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യണം, അതൊക്കെ വാരി എറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു, സ്നോ വാരി എറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തണുത്തിട്ട് ഒന്നും പറ്റുന്നില്ല. കുറച്ച് സമയം ഈ വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ചു. പിള്ളേരുടെ അതിലെ കൂട്ടി മറ്റേ സ്ലൈഡറിലെ കൂടി ഒന്ന് ഊരിയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു, കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഒരു പാൻറ് കൂടി വേണമായിരുന്നു. ഞങ്ങളിതൊന്നും പെട്ടെന്ന് ഓർക്കുന്നില്ല, ഇത്രയും തണുപ്പുണ്ടാവും ഞങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷോർട്സാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഷോർട്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കാലിലൂടെ അങ്ങ് തണുപ്പ് കയറി. ഞങ്ങൾക്ക് പിന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ജീൻസൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടികൾക്കാണത് കാലിൽ കൂടി അവർക്ക് കാരണം എന്ന് വെച്ചാൽ കോട്ട് അവിടെ കാൽമുട്ട് വരെ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ കാലിയാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് തണുപ്പടിച്ചു. പാവം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാം അവിടെ നിന്നേക്ക് ഞങ്ങൾ നേരെ നമ്മുടെ മിഠായി തെരുവിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ണ് കാണാത്ത പോലത്തെ ഒരവസ്ഥയായിരുന്നു. കാരണം ഒന്നാമത് സൺഡേ ആണല്ലോ, അപ്പോൾ സൺഡേ ആയതുകൊണ്ട് മൊത്തം പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. നേരെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി. അപ്പോൾ ബീച്ചിൽ പോയ വീഡിയോസൊക്കെ ഇടും കേട്ടോ, ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളത് കാണണം, തീർച്ചയായിട്ടും കാണണം. ഫുഡൊക്കെ കഴിച്ച വീഡിയോസൊക്കെ ഞങ്ങൾ അതിനകത്തൊക്കെ ഇടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാ വീഡിയോസും എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പറ്റുന്ന പോലെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.